ഇത് രാഹുലിന്റെയും മായയുടെയും കഥയാണ്. കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ലോകം മുഴുവൻ തങ്ങളുടേതാണെന്ന വിശ്വാസത്തിൽ അവർ യാത്ര തിരിച്ചത് ഇടുക്കിയിലെ വന്യമായ സൗന്ദര്യത്തിലേക്കായിരുന്നു. പണിക്കൻകുടി എന്ന ഉൾഗ്രാമത്തിലെ ഒരു പഴയ തറവാട് റിസോർട്ടാണ് അവർ തിരഞ്ഞെടുത്തത്. കൊച്ചിയിലെ തിരക്കുകളിൽ നിന്ന് മാറി ഇടുക്കിയുടെ വളഞ്ഞു പൊളഞ്ഞ റോഡുകളിലൂടെ അവരുടെ കാർ നീങ്ങി. മഴ ചാറുന്നുണ്ടായിരുന്നു. രാഹുൽ, ഈ സ്ഥലം കുറച്ച് വന്യമായി തോന്നുന്നില്ലേ? മായ ചോദിച്ചു. രാഹുൽ ചിരിച്ചു. അതാണിതിൻ്റെ ഒരു രസം മായേ. ഇവിടെ ആരുമുണ്ടാകില്ല. നമുക്ക് മാത്രമായി ഒരു വലിയ തറവാട്. വൈകുന്നേരം 6 മണിയോടെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. കരിമ്പന തറവാട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭീതി ഉണർത്തുന്ന രൂപം. മൂടൽമഞ്ഞ് വീണ ആ വലിയ മുറ്റത്ത് അവരെ സ്വീകരിക്കാൻ ഉടമസ്ഥൻ രാഘവൻ നായരെത്തി. അയാളുടെ ചിരിയിൽ എന്തോ ഒരു കപടത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ അന്തരീക്ഷം മാറി. പുറത്ത് കാറ്റും മഴയും ശക്തിപ്പെട്ടു. പഴയ മരവാതിലുകൾ കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു. ഭക്ഷണത്തിനു ശേഷം രാഹുൽ ഉറക്കത്തിലേക്ക് നീങ്ങി. എന്നാൽ മായയ്ക്കെന്തോ അസ്വസ്ഥത തോന്നി. മുകളിലെ നിലയിൽ നിന്ന് ആരോ നടക്കുന്നത് പോലെ ഒരു ശബ്ദം. രാഹുൽ, എഴുന്നേൽക്കൂ, മുകളിൽ ആരോ ഉണ്ട്. മായ അവനെ വിളിച്ചുണർത്തി. പക്ഷെ പരിശോധിച്ചപ്പോൾ അവിടെ ആരുമില്ല. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ മായ കണ്ടത് കരളലയിക്കുന്ന കാഴ്ചയായിരുന്നു. കരിമ്പനകളുടെ ചുവട്ടിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നു. അതാരാണെന്ന് നോക്കാൻ ടോർച്ചുമായി രാഹുൽ പുറത്തേക്കിറങ്ങി. ക്രൂരമായ സത്യം. രാഹുൽ തിരിച്ചു വന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞ് മായ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രാഹുലിന്റെ വാച്ചാണ്. തറവാടിന്റെ പിന്നിലെ കാട്ടിലേക്ക് വലിച്ചിഴച്ച പാടുകൾ കണ്ടു. മായ കരഞ്ഞുകൊണ്ട് രാഘവൻ നായരുടെ മുറിയിലേക്ക് ഓടി. എന്നാൽ അവിടെ അവൾ കണ്ടത് ഭയാനകമായ ദൃശ്യമായിരുന്നു. ഭിത്തിയിൽ 10ഓളം പേരുടെ ഫോട്ടോകൾ. അതിൽ അവസാനം ഇതാ രാഹുലിന്റെയും മായയുടെയും കല്യാണ ഫോട്ടോ. ഈ തറവാടിന്റെ ശാപം തീർക്കാൻ ഓരോ വർഷവും ഒരു നവദമ്പതികളുടെ രക്തം വേണം മോളെ. പിന്നിൽ നിന്ന് രാഘവൻ നായരുടെ ശബ്ദം കേട്ടു. അവന്റെ കയ്യിൽ മൂർച്ചയുള്ള ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് മായയുടെ മരണപ്പാച്ചിലായിരുന്നു. ഇരുട്ടിൽ കാട്ടുമൃഗങ്ങൾ പോലെയുള്ള മനുഷ്യർ അവളെ വേട്ടയാടി. ഓടുന്നതിനിടയിൽ അവൾ കണ്ടത് കാട്ടിനുള്ളിലെ ഒരു ചെറിയ ഗുഹയിൽ രാഹുലിനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്. അവന്റെ ശരീരം പകുതി അറുത്തുമാറ്റിയിരുന്നു. ആ കാഴ്ച അവളെ ഭ്രാന്തിയുടെ അവസ്ഥയിലെത്തിച്ചു. അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ അവൾ അവരെ പ്രതിരോധിച്ചു. ഒരു പഴയ തുരുമ്പിച്ച കോടാലിയെടുത്ത് തനിക്ക് നേരെ വന്ന ഒരാളുടെ തല അവൾ പിളർന്നു. ചോര തെറിച്ച് മായയുടെ മുഖം ചുവന്നു. അവളിലെ ഇര വേട്ടക്കാരിയായി മാറി. പുലർച്ചെ മൂടൽമഞ്ഞു മാറുമ്പോൾ കരിമ്പനത്തറവാടിന് തീ പിടിച്ചിരുന്നു. ആ പുകയ്ക്കിടയിലൂടെ മായ പതുക്കെ പുറത്തേക്ക് നടന്നു. അവളുടെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞിരുന്നു. ദേഹം മുഴുവൻ ചോരയായിരുന്നു. പക്ഷെ ആ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, ഒരുതരം തണുത്ത പകയായിരുന്നു. പോലീസ് എത്തുമ്പോൾ അവിടെ ആരും അവശേഷിച്ചിരുന്നില്ല. കത്തിക്കരിഞ്ഞ രാഘവൻ നായരുടെ മൃതദേഹത്തിനരികിൽ ഒരു കുറിപ്പ് മാത്രമുണ്ടായിരുന്നു. ഇടുക്കിയുടെ മണ്ണ് ഇനി പുതിയ ചോര ചോദിക്കില്ല.